കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നഷ്ടമായ ക്രൈസ്തവ പിന്തുണ തിരിച്ചുപിടിക്കാൻ BJP ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ തീരുമാനം. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ചുമതല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ ഏൽപ്പിച്ചു. VS അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. VS അനു, എന്തായാലും വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു BJPക്കെതിരെ ഈ ഒരു വിഷയത്തിൽ. ഇനി ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് കേക്കുമായി ഈ വഴി വരണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ മേലധ്യക്ഷന്മാരടക്കം പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണോ ഈ ഒരു അനുനയ നീക്കം? ഈ ഒരു അനുനയ നീക്കത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് പദ്ധതിയായി കൊണ്ടുവന്നിരിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി BJPയുടെ ഏറ്റവും പ്രധാന പരിപാടികളിലൊന്നാണ് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കുക. അതിനുവേണ്ടി നമുക്കറിയാം, ക്രൈസ്തവ സഭാ ആസ്ഥാനങ്ങളിലൊക്കെ സെമിനാരികളിലൊക്കെ ഈ BJP അംഗങ്ങൾ, BJP പ്രവർത്തകർ, നേതാക്കളൊക്കെ കേക്കുമായിട്ടൊക്കെ പോയത് കണ്ടുകയായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത്. പല സഭാ മേലധ്യക്ഷന്മാരും BJP നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് BJP കടക്കുന്നത്. ഇന്ന് മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് BJP പദ്ധതിയിട്ടിരിക്കുന്നത്. അത് ഇന്നലെ KG മാരാർ ഭവനിൽ രാജീവ് ചന്ദ്രശേഖരനും BJP ജനറൽ സെക്രട്ടറി S സുരേഷും വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും മോർച്ച നേതാക്കളായ ജിജി ജോസഫ്, സുമിത് ജോർജ് എന്നിവർ ചേർന്നാണ് ഈ പദ്ധതി രൂപം നൽകിയിരിക്കുന്നത്. അതിന്റെ പ്രകാരം ഇന്ന് മുതൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ പോയി കാണും. ഷോൺ ജോർജിനാണ് അതിന്റെ ചുമതല. ഇന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് പാവയെയും ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേരയുമാണ് ഇന്ന് ഷോൺ ജോർജ് കാണുക. വരും ദിവസങ്ങളിൽ മറ്റ് സഭാ മേലധ്യക്ഷന്മാരെ ഷോൺ ജോർജിന്റെ നേതൃത്വത്തിലുള്ള BJP സംഘം കാണുകയും ചെയ്യും. സ്വാഗതം.